ஹாய் நமஸ்காரம் வணக்கம். நான் உங்கள் நந்தினி. இப்போ நான் வந்துட்டு ஷாப்போட டீட்டெயில் தான் பேச வந்திருக்கேன். ஒரு மெடிசனை குறித்து தான் പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. மைபியூ கேட்டிൻ്റെ வந்துட்டு വിറ്റമിൻസ് ആൻഡ് മിനറൽസ് omega-3 6 സ്കിൻ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്, സ്കിൻ ഡിസീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടിന്യൂസ് കൊടുക്കുന്നത്. മുടി പൊളിച്ചൽ ഇത് കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുന്ന കാറ്റിന് മുടി പൊളിച്ചൽ ഒന്നും വരത്തില്ല. പിന്നെ മൾട്ടി വിറ്റമിൻസ് എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ഗ്രേവി ടൈപ്പിലാണ് വരുന്നത്. ഇത് ഫുഡ് ബൗളിൽ വന്നിട്ട് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുമല്ലോ, അതുപോലെയാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. ഇത് മെഡിസിൻ ആയിട്ട് കൊടുക്കേണ്ടതല്ല, ഇത് ഫുഡായിട്ട് കൊടുക്കേണ്ട ഒരു സാധനം. ഇത് വന്നിട്ട് കുറേ പേർക്ക് അറിയാം. மைபியூ ഒരു കമ്പനി നേരത്തെ കൊടുക്കുന്നവർക്ക്, നേരത്തെ ഡോഗ് വളർത്തിയവർക്ക് കുറേ പേർക്ക് ഇത് അറിയാം. പുതിയതായി ഡോഗ് മേടിച്ചാലും ചില ബ്രീഡേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും അവരോട് மைபியூ മാത്രം കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കണ്ടാണ്. மைபியூ ഒറ്റ ഒരു സാധനം കൊടുത്താൽ നിങ്ങൾ വിറ്റമിൻസ് മിനറൽസ് ആയിട്ട് കാൽഷ്യം ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒന്നൊന്നും കൊടുക്കേണ്ട. ഇത് മാത്രമേ ഒറ്റ ഇത് കൊടുത്താൽ മതി. പിന്നെ അത് ഫുഡായിട്ട് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് നമ്മൾ ഫുഡ് ബൗളിലെ ചെറിയ ബൗളിലെ ഇത് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ഇത് വന്നിട്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം മാത്രമേ കൊടുക്കാനുള്ളത്. ഇത് ദിവസം കൊടുക്കുന്നതല്ല. നമ്മൾ സാധാരണ മെഡിസിൻ ആണ് മുടി പൊളിച്ചൽ കൊടുക്കുക, അത് ദിവസം കൊടുത്തുകൊണ്ടിരിക്കും. ഇത് അങ്ങനെയല്ല, ഒരാഴ്ചയിൽ 3 ദിവസം കൊടുത്താൽ മതി. അതായത് ഒരു ദിവസം വിട്ട് നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്ന ബൗളിൽ ഇത് സെപ്പറേറ്റാ വെച്ച് കൊടുത്താൽ മതി. ഇത് വന്നിട്ട് 5 ml വന്നിട്ട് 12 വീക്സ് ആയ കാറ്റിന് 5 ml കൊടുക്കേണ്ടത്. 12 വീക്സിന് മേലെ പോയാൽ നമ്മൾ 10 ml, അതായത് 2 ടീസ്പൂൺ കൊടുക്കേണ്ടത്. അതിന് മേലെ ഒരു വെയിറ്റ്, ഇപ്പം 4 കിലോ ഒക്കെ വെയിറ്റ് ഒക്കെ പോയാൽ 15 ml വരയ്ക്കും നമ്മൾ ഫുഡ് ബൗളിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതാണ് மைபியூടെ കാറ്റിന് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇത് കാറ്റിന് മാത്രം കൊടുക്കേണ്ടത്. നമ്മൾ രണ്ടാമത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് மைபியூടെ ഡോഗിൻ്റെ സ്കിൻ ആൻഡ് കോട്ട്. ഇത് വന്നിട്ട് omega-3 6 9 മൾട്ടി വിറ്റമിൻ, അമിനോ ആസിഡ്, ആലോവേര, ഇതൊക്കെ ഇത് എല്ലാ കണ്ടന്റ് ഇത് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ സ്കിൻ ഡിസീസ് വരുന്ന ഡോഗിന്, സ്കിൻ ഡിസീസ് വന്നാലും കൊടുക്കാം, വരാതിരിക്കാൻ വേണ്ടിയും കൊടുക്കാം. ഇത് നമ്മൾ സെക്കൻഡ് കോട്ട് വളരാനായിട്ട് നല്ല ഒരു സപ്ലിമെന്റ് ആയിട്ട് ഇത് യൂസ് ആവും. ഇതും നമ്മൾ പറഞ്ഞതുപോലെ ഫുഡ് ബൗളിലാണ് കൊടുക്കേണ്ടത്. വീക്ക്ലി 3 ടൈം 4 ടൈം ആണ് കൊടുക്കേണ്ടത്. மைபியூ കുറേ പേര് വിചാരിക്കും ഇത് ഒരു മെഡിസിൻ ആണ്, അപ്പോൾ നമ്മൾ മെഡിസിനെ പോലെ ദിവസം കൊടുക്കേണ്ട ഒരു സാധനമാണ് വിചാരിക്കും. അങ്ങനെ അല്ല, ഇത് വന്നിട്ട് ഫുഡാണ്, ഗ്രേവി ടൈപ്പിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പെഡിഗ്രിയുടെ ഗ്രേവി, ഡ്രോൾസിന്റെ ഗ്രേവി എല്ലാം വരുമല്ലോ, അതുപോലെ വരുന്ന ഗ്രേവി പോലെ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ബൗളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയ ഒരു മെഡിസിൻ ആണ്. ഇത് വന്നിട്ട് 5+ kg 8 ml കൊടുക്കേണ്ടത്. അണ്ടർ വെയിറ്റ്, അതായത് 5 കിലോക്ക് താഴെ ഇരിക്കുന്നതൊക്കെ നമ്മൾ 5 ml കൊടുക്കണം. അതിന് മേലെ പോയാൽ 8 ml, പിന്നെ 12 ml, മാക്സിമം കൂടുതൽ 15 ml കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ കാറ്റിൻ്റെത് ഡോഗിൻ്റെത് 2 ഇവിടെ അവൈലബിൾ ആണ്. மைபியூ കാറ്റിൻ്റെത്, மைபியூ ഡോഗിൻ്റെത് ഇവിടെ അവൈലബിൾ ആണ്. ഇത് രണ്ടും ആവശ്യമുള്ളവർ വന്നിട്ട് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള